ഓരോ ദിവസം വിട്ട് വിട്ട് നമുക്ക് വിളവെടുക്കാം. വിളിച്ചിറക്കും, ഫാമുണ്ട്, ഫ്രീ ഫാമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിറക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം സാധനങ്ങൾ വാങ്ങുക. ഗൈസ് അങ്ങനെ നമ്മൾ ഗുഹയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതിനകത്തൂടെ ഇങ്ങനെ ഒരു കല്ലെടുത്തെറിയിട്ട അളിയാ. ഗൈസ് അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഡേ 2. ഗൈസ് ഇത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് രാവിലെ തന്നെ ഇറങ്ങിയത്. മാട്ടുപ്പെട്ടി ഡാം, വട്ടവട, അങ്ങനെ വ്യൂ പോയിന്റ് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം പോകുന്നതിൻ്റെ ഇടയ്ക്ക് ലാക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ സ്പോട്ടാണ് ഈ കാണുന്നത്. കുറച്ച് ഓഫ് റോഡാണ്, കൊള്ളാം. കുറച്ച് ഓഫ് റോഡ് വരുമ്പോഴേ നമുക്ക് ഈ സ്പോട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഗൈസ് ഇതാണ് മാടുപ്പെട്ടി ഡാം. നമ്മൾ മാട്ടുപ്പെട്ടി എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. സംഭവം മാടുപ്പെട്ടി ഡാമാണ് കേട്ടോ. ഈ ഡാമിന് പ്രത്യേകത ഒരു ഷട്ടർ. ഗൈസ് ഒരു ഷട്ടറേ ഉള്ളൂ. ഗൈസ് നമ്മളിങ്ങനെ വട്ടവട പോകുന്ന റൂട്ട് ഇങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞിങ്ങനെ വന്നതും ഇങ്ങനെ മരത്തിൽ ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഈ 2-3 മരത്തിലിരിക്കുന്നു. ഒരു മറ്റേ കാട്ടുതേനിൻ്റെ ഒരു കൂട് ശേഖരം കാണിച്ചു തരാം. ഒരു കല്ലെടുത്തെറിയിട്ട അളിയാ. കിട്ടാറുണ്ട് കാട്ടുതേൻ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മള് നമ്മുടെ ഈ വട്ടവട പോകുന്ന റൂട്ടിൽ 2 ഡാമുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ടോപ്പ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ നമുക്ക് നോക്കാം. ഗൈസ് ഇതിനകത്ത് ഫുള്ള് ടോപ്പ് സ്റ്റേഷൻ്റെ അകത്ത് ഫുള്ള് നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങേറ്റം മുതൽ അങ്ങറ്റം വരെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ ടിക്കറ്റ് എടുക്കണം. 20 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത് ടോപ്പ് സ്റ്റേഷനിൽ കയറി. ടോപ്പ് സ്റ്റേഷനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പകുതി വരെ വരാൻ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ കയറാൻ വേണ്ടി വീണ്ടും 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ മൊത്തത്തിൽ ആൾക്ക് 50 രൂപ ഇവിടെ സ്പെൻഡ് ആവും. പക്ഷേ സംഭവം പൊളിയാണ്. വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഗൈസ് ഇതാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ.
ടോപ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ. ഇവിടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഗൈസ്. നമ്മളങ്ങനെ സ്പോട്ട് വേറെ ലെവൽ സ്പോട്ടാണ്. ഗൈസ് ഇറങ്ങാൻ എളുപ്പമായിരുന്നു, ഞായറാഴ്ച പാടായിരുന്നു. പക്ഷേ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് എക്സ്ട്രാ നമ്പർ 30 രൂപ വാങ്ങിച്ചത്. ആയ കാലത്ത് നമ്മളെ കപ്പന്മാർ 2 മലയെങ്കിലും വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ പൈസ മാറ്റി വാങ്ങിച്ച് ഇവിടെ ഇരുന്നാണ്. എന്ത് ചെയ്യാൻ, ഒരു മല കിട്ടിയിരുന്നെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു. ഗൈസ് അപ്പോൾ എന്തായാലും സ്ഥലം സ്പോട്ടൊക്കെ സൂപ്പറാണ്. ടോപ്പ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന, ശ്വാസം കിട്ടണ്ട അടിപൊളി സ്ഥലമാണ്. സോ ഗൈസ് നിങ്ങൾ മിസ് ചെയ്യണ്ട. ഇതൊക്കെ കിട്ടില്ല, നമ്മൾ സ്വർഗത്തിൽ ഇരിക്കും പോലെയാണ്, സ്വർഗത്തിൽ നിന്ന് വരും പോലെയാണ് ഫീല്. പക്ഷേ കിതപ്പുണ്ട് ഇപ്പോൾ ഗൈസ്, ശ്വാസം മുട്ടലുള്ളവർ വരല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകണമെന്ന് വെച്ചാൽ വട്ടവട ഗ്രാമം. ഗൈസ് അങ്ങനെ നമ്മൾ വട്ടവടയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ വട്ടവട കയറുന്നതിന് മുമ്പ് ഫോറസ്റ്റ് ഓഫീസറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 5 കിലോമീറ്റർ കാടായിരിക്കും. അപ്പോൾ ആ മേഖലയിലൊന്നും വണ്ടി നിർത്തരുതെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും വണ്ടി നിർത്താൻ പാടില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറേ കുറുക്കന്മാരെയും പിന്നെ സിംഹവാലം കുരങ്ങ്, അപ്പോഴേ എനിക്കൊന്നും വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത് അവിടെയൊന്നും ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ഇത് മൊത്തം ഇങ്ങനെ തട്ടായിട്ട് അവർ കൃഷിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം കുറച്ച് മിച്ചമുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ താഴെ നമുക്ക് കാണാം ജമന്തിയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലേ ജമന്തി. അവസാനം ഒരു സ്ട്രോബെറി ഫാം കിട്ടി. കുറച്ച് നേരം നോക്കി കിടന്നാൽ എന്ത് ഇതാ സ്ട്രോബെറിയൊക്കെയാണ് ഇതാ നിൽക്കുന്നത്. ഒരു ദിവസം വിട്ടുവിട്ട് നമുക്ക് വിളവെടുക്കാം. അളിയൻ്റെ ആഗ്രഹമായിരുന്നു. അല്ലേ ബാക്കി ഇവിടെ ഇപ്പൊ ഏകദേശം എല്ലാം വിളവ് എടുത്തു കഴിഞ്ഞതാണോ? ഈ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം എത്രയാണ്? ഉരുളക്കിഴങ്ങൊക്കെ എങ്ങനെയാണ്? എത്ര ദിവസം വേണം ഇത് വിളവ്? 3 മാസം. സ്ട്രോബെറി നമുക്ക് 1.5 കൊല്ലം നിൽക്കും. 1.5 ഒരു ചെടി അതുവരെ നിൽക്കും. അതേ നമുക്ക് ഓരോ ദിവസം വിട്ട് നമ്മൾ വരും. പിന്നെ ഇത് ജാമ വൈനൊക്കെ ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഗൈസ് അപ്പോൾ ഇവിടെ സ്ട്രോബെറിയുടെ ജാമും ഉണ്ട്, സ്ട്രോബെറിയുടെ വൈനും ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം ഇവർ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് സാധനം. ഗൈസ് എന്തായാലും നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എന്തായാലും സ്ട്രോബെറി ഒന്നും വിൽക്കാനായിട്ടൊന്നുമില്ല, അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ അവിടെ സ്ട്രോബെറിയുടെ ജാമും സ്ട്രോബെറിയുടെ വൈനും ഉണ്ടായിരുന്നു, അത് നമ്മൾ മേടിച്ചു. എന്തായാലും നമ്മൾ അത് മേടിച്ച് 2 കുപ്പി സ്ട്രോബെറിയുടെ വൈനും പിന്നെ 1 കുപ്പി ജാമും വാങ്ങിച്ചു. അച്ഛന്ന് പാമ്പാണോ ഗൈസ്? അങ്ങനെ വീര്യകളൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. അത് ഇരിക്കും തോറേ വീര്യം കൊടുത്തുള്ളൂ എന്ന് അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു. സോ സീനില്ല. പിന്നെ ഈ സ്ട്രോബെറി എന്നൊക്കെ പറയുമ്പോൾ സ്ട്രോബെറിയുടെ വിളവെടുപ്പ് സമയം എന്ന് വെച്ചാൽ കിലോ 1000 രൂപയ്ക്കാണ് വില പറയുന്നത് എപ്പോഴും. ഇത് ഒന്നര മാസം കൊണ്ട് ഇത് വളരുമെന്നാണ് അവർ പറയുന്നത്. 1.5 മാസം. നവംബർ ഡിസംബർ സമയത്താണ് ഇതിൻ്റെ കറക്റ്റ് വിളവെടുപ്പ്. 500 രൂപ 400 രൂപ 600 രൂപ ആ റേഞ്ചൊക്കെ വരത്തുള്ളൂ. പിന്നെ ഇവിടെ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ കൃഷിയൊക്കെ ഉണ്ട്, തക്കാളി. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെയാണ്, അല്ലാതെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടൊന്നുമല്ല. ഇവർ നമുക്കിങ്ങനെ കാണിച്ചു തന്നതിന് ശേഷം
ഫീൽഡിൽ കൊണ്ടുപോയിട്ട് പതുക്കെ കച്ചവടത്തിൽ അടിച്ചേപ്പിച്ച് തരും. അടിച്ചേപ്പിച്ചല്ല, സാധനം കൊള്ളാം. ഗൈസ്, മൊത്തത്തിൽ ഇതാണ് നമ്മുടെ വട്ടവട എന്ന് പറയുന്നത്. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഏകദേശം എല്ലാ വീടുകളിലും സ്ട്രോബെറിയുടെ കുഞ്ഞു കുഞ്ഞു തോട്ടങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ വീട്ടിലും ഉണ്ട്. ചില വീടുകളിൽ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ, കുതിരയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പോഴത്തെ നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫാമിൽ വന്ന്. ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് വരുമ്പോഴും അവരൊക്കെ നമ്മളിങ്ങനെ വിളിച്ചിറക്കും, ഫാമുണ്ട്, ഫ്രീ ഫാമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിറക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം സാധനങ്ങൾ വാങ്ങുക. കാരണം നമ്മൾ വൈൻ വാങ്ങിച്ചത് ഏകദേശം 350 രൂപയ്ക്കാണ് വൈൻ വാങ്ങിച്ചത്. സത്യത്തിൽ ഇവിടെ 200 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ജാമ് 150 രൂപയ്ക്കൊക്കെയാണ് വാങ്ങിച്ചത്. സത്യത്തിൽ ജാമ് ഒരു ബോട്ടിൽ 100 രൂപ എന്തോ ഉള്ളൂ ഇവിടെ. ഈ ഒക്ടോബർ മാസത്തിൽ സ്ട്രോബെറിയുടെ വില എന്ന് പറയുന്നത് കാക്കിൽ തന്നെ 200 രൂപയാണ്. കാരണം ഇപ്പോൾ ഇത് സീസണല്ല, ഡിസംബർ ജാനുവരി അങ്ങോട്ടാണ് ഇതിൻ്റെ സീസൺ വരുന്നത്. അപ്പോഴൊക്കെ കിലോ 400 600 ആ റേഞ്ചൊക്കെ ഉള്ളൂ. ഇപ്പോൾ കിലോ സത്യത്തിൽ 1000 1200 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ വരുന്നവർ നോക്കിയൊക്കെ വാങ്ങുക. ഈ ഫസ്റ്റ് കാണിക്കുന്നവരടുത്ത് തന്നെ വാങ്ങാൻ വേണ്ടി നിൽക്കരുത്. സോ കുറച്ചും താഴോട്ട് വന്നാൽ നല്ല സാധനം കിട്ടും. അതുകൊണ്ട് വില കുറച്ചും നമുക്ക് കിട്ടും എന്നുള്ള ലാഭത്തിന് ഇതിൽ എടുക്കാൻ പറ്റുന്നത് കുറച്ച് നമ്മളിങ്ങനെ താഴോട്ട് വരുമ്പോഴാണ്. നമ്മൾ വെറും കൈയോടെ നമ്മൾ പോകാറില്ല. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇല മാറ്റിയിട്ട് കവർ ചെയ്തത്. അടുത്ത് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഗുഹയിലോട്ടാണ്. വട്ടവടയിലോട്ട് പോകുമ്പോൾ നമുക്ക് സത്യത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യേണ്ട അത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് പോകുന്ന വഴി തന്നെ കാണുമ്പോൾ അറിയാം, ഇച്ചിരി കൂരിരുട്ടൊക്കെ പിടിച്ച സ്ഥലമാണ്. ഗൈസ്, ഒരു കാട്ടിനകത്തൂടെ നമ്മൾ ഗുഹ തേടി അലയുകയാണ്. രാജീവ് രാജ് മുന്നിലൂടെ, ഞാൻ ബാക്കിലൂടെ. ഗൈസ്, അങ്ങനെ നമ്മൾ ഗുഹയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതിനകത്തൂടെ ഇങ്ങനെ നേരെ ഇത് വഴി. ഗൈസ്, ഇതല്ല വഴി, ഇതാണ് വഴി. അവരാ കയറിയില്ലേ? നമ്മളിതാ ഗുഹയ്ക്കകത്താണ്. ഗുഹയ്ക്കകത്ത് ഒരു സൈഡ് വഴി കയറി മറു സൈഡ് വഴി കയറണം. പക്ഷെ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇടയ്ക്കൽ ഗുഹ മുകളിൽ ബിവറേജ് ഉണ്ട്. ഇവിടെ വല്ല പാമ്പോ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഉമ്മാര് കുടിക്കുമെന്ന് തോന്നുന്നു, കുപ്പിയൊക്കെ കിടന്നു. ഇതാണ് നമ്മുടെ ഗൈസ്, നമ്മളെ ഇടയ്ക്കൽ ഗുഹ ഇതാണ്. ഷിബിതാ കയറി ഇടയ്ക്കൽ ഗുഹ കേറാ. ഷിബി ആള് കയറാണ്ടാ? 4 പേര് വഴിയും കയറിക്കൊണ്ട്. കത്തിയിലുള്ള ചൂണിട്ടു ആരെങ്കിലും. ഏകദേശം നമ്മുടെ 3-ാം ട്രിപ്പിന്റെ അന്ത്യമായി. ഫസ്റ്റ് ദിവസം നമ്മൾ വന്നിട്ട് കൊളുക്കുമല അങ്ങനെ അങ്ങോട്ടാണ് പോയത്. പിന്നെ രണ്ടാമത്തെ ട്രിപ്പിലാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മുടെ വട്ടവട വരുന്ന റൂട്ടിൽ തന്നെ ഏകദേശം 2 ഡാം, പിന്നെ വ്യൂ പോയിന്റ്സ് ഒരുപാടുണ്ടായിരുന്നു. കൊളുക്കുമലയിൽ അങ്ങനെ തന്നെയാണ്, ഏകദേശം ഒരുപാട് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട്.